വെയിറ്റ് ലോസ് ജേണിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്ന ഒരു മെയിൻ ഡയറ്റ് ഫുഡിന്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കാൻ വന്നത് റാഗി ദോശ. അതിന് വേണ്ടിയിട്ട് തലേന്ന് തന്നെ ഒരു ഗ്ലാസ് കൂരവ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ആ സെയിം ഗ്ലാസിന്റെ തന്നെ അര ഗ്ലാസ് അടുപ്പിച്ച് ഉഴുന്നും കൂടെ വെള്ളത്തിൽ. ഇതിനെ പറയുന്നത് ചോക്ലേറ്റ് ദോശ എന്നാട്ടോ. അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഉണ്ടായതിനു ശേഷം ഞാൻ കൂടുതലായിട്ട് കുറുക്കും ദോശ, അപ്പം, ഇഡ്ലി, ഇടിയപ്പം അങ്ങനെയൊക്കെ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഗർഭിണി ആയിരുന്ന സമയത്ത് എന്റെ ഒരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ അത് ദോശയൊന്നും അല്ല, പുട്ടായിരുന്നു കേട്ടോ. അങ്കമാടിയിൽ നിന്ന് കിട്ടുന്ന ഈ റാഗിയുടെ പൊടി കൊണ്ട് മെയിൻ എന്റെ പരിപാടി പുട്ടുണ്ടാക്കലായിരുന്നു. ഇനി നല്ലതുപോലെ കുതിർന്നു വന്ന ആ കൂരവ് ഉഴുന്ന് നല്ല രീതിയിൽ കഴുകി എടുത്തിട്ട് നമുക്ക് ദോശമാവിന്റെ പരുവത്തിൽ അരച്ചെടുക്കണം. ഒരു 3-4 മണിക്കൂറെങ്കിലും ഈ മാവിന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ദോശ ഇവിടെ എടുക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ നല്ല മുരിഞ്ഞ ദോശ കിട്ടത്തില്ല. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമ്മൾ ചൂടായ കല്ലിലോട്ട് ഈ മാവ് കോരി വെച്ച് നോർമലി നമ്മൾ എങ്ങനെ ദോശ ചൂടുന്നു അതേപോലെ ദോശ ചൂടെടുക്കും. ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല കട്ട വെള്ള ചമ്മന്തി കേട്ടോ. മുളക് അരച്ച ചമ്മന്തി ഉണ്ടല്ലോ, എന്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ അതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഷുഗർ പേഷ്യൻസിന് വേണമെങ്കിൽ അതൊരു കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് അരയ്ക്കാം എന്നാണ് എന്റെ ഒരു അറിവ്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.